സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു CPIM ചെയ്തത്. അന്ന് കോൺഗ്രസിനോടും ഇന്ദിരാഗാന്ധിയോടുമുള്ള RSSൻ്റെ സമീപനം എന്തായിരുന്നു എന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അറിവുണ്ടാകാതിരിക്കാൻ വഴിയില്ല. പ്രശസ്ത മാധ്യമപ്രവർത്തകയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്ററുമായിരുന്ന നീരജ് ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഈ പുസ്തകമാണ്. ഇത് അദ്ദേഹം കാണാതിരിക്കാൻ ഒരു തരത്തിലും വഴിയില്ല. ഗവേഷണാത്മകമായ ഉള്ളടക്കമുള്ള ഒരു പുസ്തകമാണിത്. ആ പുസ്തകത്തിൽ RSSൻ്റെ അക്കാലത്തെ നിലപാടിനെ കൃത്യമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. ജനതാ സർക്കാരിനെ വീഴ്ത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം പലതവണ RSSുമായി ഇന്ദിരാഗാന്ധി നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് പുസ്തകം പറയുന്നു. 1982 RSS സർ സംഘചാലിൻ്റെ സഹോദരനായ ബാബുറാവ് ദേവറസിൻ്റെ അടുത്തേക്ക് തൻ്റെ മകനും MP-യുമായ രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി പറഞ്ഞയക്കുന്നു. കപിൽ മോഹനാണ് ഇതിന് ഇടനില നിന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് ആദ്യ കൂടിക്കാഴ്ച നടന്നത്. പിന്നീട് കൂടിക്കാഴ്ച നടന്നത് നമ്പർ 10 ജൻപതിൽ വെച്ചാണ് എന്നും പുസ്തകത്തിൽ പറയുകയാണ്. ബാബുറാവിൻ്റെ കൂടെ BJP നേതാവ് സുഭാഷ് ആരിയും ഉണ്ടായിരുന്നു. ബാബുറാവ് ദേവറസിനെ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി ഉപചാരപൂർവം കാൽ തൊട്ട് വണങ്ങുന്നതിന് താൻ സാക്ഷിയായിരുന്നുവെന്ന് അക്കാലത്തെ കോൺഗ്രസ് MP-യും പിന്നീട് ഗവർണറുമായിരുന്ന ബൻവാരിലാൽ പുരോഹിത് പറഞ്ഞതായും പുസ്തകത്തിൽ പറയുകയാണ്. 1980 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം ലഭിക്കാൻ RSS സഹായിച്ചുവെന്ന് അനിൽ ബാലി ഉറപ്പിച്ചു പറയുന്നതായി ഈ പുസ്തകത്തിലുണ്ട്. അനിൽ ബാലി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്. RSSൻ്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ 353 സീറ്റുകൾ നേടാൻ കഴിയില്ലായിരുന്നുവെന്ന് ഇന്ദിര സ്വകാര്യമായി സമ്മതിച്ചിരുന്നതായും ബാലി അവകാശപ്പെടുന്നു. പേജ് 67 ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് RSS പിന്തുണ നൽകിയിരുന്നതായി അക്കാലത്തെ IB മേധാവിയായിരുന്ന TV രാജേശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട്. 1984 തെരഞ്ഞെടുപ്പിന് മുൻപ് RSS നേതാവ് നാനാജി ദേശ്മുഖ് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. ജാതിയിലോ മതത്തിലോ അല്ല, മുദ്ര കൈപ്പത്തിയിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ഇതിൽ 137, 138 പേജുകളിൽ അത് പറയുകയാണ്. 1986 രാമജന്മഭൂമിയിലെ പൂട്ടുകൾ തുറക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ RSS, പ്രത്യേകിച്ച് ബാബുറാവ് ദേവറസ് സ്വാധീനിച്ചിരുന്നു. പൂട്ടുകൾ തുറന്ന് ഹിന്ദുക്കളുടെ നേതാവാകൂ എന്ന് ബാബുറാവ് രാജീവിന് സന്ദേശം അയച്ചിരുന്നു. ആ കാര്യവും ഈ പുസ്തകത്തിലെ 145, 146 പേജുകളിൽ പറയാണ്. ഇതൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ. ഞാൻ തീരട്ടെ ബുദ്ധിപ്പെടല്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മുൻ IB തലവൻ TV രാജേശ്വർ കരൺ താപ്പറിന് ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. 1975 അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തിന് RSS പിന്തുണയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അത് IB തലവനായിരുന്ന ആൾ കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. രാജേശ്വർ എഴുതിയ ഇന്ത്യ
ദ ക്രൂഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകത്തിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതായത് RSS 20 ദിന പരിപാടികൾക്കുൾപ്പെടെ അനുകൂലമായിരുന്നു. അവർക്ക് അടിയന്തരാവസ്ഥയോട് എതിർപ്പുമുണ്ടായിരുന്നില്ല. ചില ജനസംഘക്കാർ അടിയന്തരാവസ്ഥയോട് എതിർപ്പറിയിച്ചു. പിന്നീട് ജനതാ പാർട്ടിയിൽ ചേർന്നു എന്നുള്ളത് ശരിയാണ്. ഇതാണ് RSS സ്വീകരിച്ച നിലപാട്. ആ RSSനോട് ഞങ്ങൾക്കാണോ കോൺഗ്രസ്സിനാണോ ബന്ധമുണ്ടായിരുന്നത്? ഇത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ അവർ തന്നെ ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 1977 സവിശേഷമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. ജീവിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് നിഷേധിക്കപ്പെട്ട അവസ്ഥ. ഹേബിയസ് കോർപ്പസ് അടക്കമുള്ള ഭരണഘടനാ പരിഹാരങ്ങൾ നിഷേധിക്കപ്പെട്ട അവസ്ഥ. അതായത് ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമാണല്ലോ. മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞു, പിന്നെ ആ അവകാശമില്ല. അതായിരുന്നു അവസ്ഥ. തുർക്ക്മാൻ ഗേറ്റ് ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തോടെ വേട്ടയാടിയ തിക്ത അനുഭവങ്ങൾ, തൊഴിലാളികളെ സംഘടിക്കാനുള്ള തൊഴിലാളികൾക്ക് അവകാശമില്ല, ബോണസ് നിഷേധിച്ച കാലം, പൗരസ്വാതന്ത്ര്യങ്ങൾ വീണ്ടെടുക്കാനും മനുഷ്യനെ പോലെ ജീവിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നിർണായക പോരാട്ടമാണ് ആ കാലത്ത് നടന്നത്. ആ സമയത്ത് ആ പോരാട്ടങ്ങളുടെ മുന്നിൽ CPIM നിന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പോരാട്ടം വന്നപ്പോൾ അന്നുള്ള ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുമുണ്ട്. 1979 RSSകാർ ജനതാ പാർട്ടിയിൽ അംഗത്വം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പ്രശ്നം ഉയർന്നു വന്നു. അതായത് ഇരട്ട അംഗത്വ പ്രശ്നത്തിൽ അത് കൂടുതൽ മൂർച്ഛിച്ചു. അങ്ങനെയാണ് ജനതാ പാർട്ടി വളരുന്നത്, മൊറാർജി സർക്കാർ നിലംപതിക്കുകയും ചെയ്യുന്നത്.